നീ എന്ത് പണിയെടുത്തോ ഇറങ്ങുന്ന നല്ല നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് ബേക്കലിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി യുവാക്കൾ സംഘടിപ്പിച്ച കാർ റാലിക്കിടെ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കാർ റാലി നടത്തിയതിന്റെ പേരിൽ എന്തിനാണ് പോലീസ് യുവാക്കളെ മർദ്ദിച്ചതും കേസെടുത്തതും? യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസ് യുവാക്കളെ ബൂട്ടിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണൽ SI പ്രിൻസ് ജോണാണ് യുവാക്കളെ ക്രൂരമായി തല്ലിച്ചതച്ചത്. സ്കൂൾ ഗ്രൗണ്ടിൽ അതിക്രമിച്ച് കയറി കാർ റേസിംഗ് നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. നിസ്സാരമായി തീർക്കേണ്ട പ്രശ്നം പോലീസ് പ്രകോപിതമായതോടെ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പോർച്ചുഗൽ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച കാർ റാലിയുടെ സമാപന ചടങ്ങിന് ശേഷം തിരിച്ചുപോയ യുവാക്കൾക്ക് നേരെയായിരുന്നു പോലീസിന്റെ അതിക്രമം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, സംസ്ഥാന വ്യാപകമായി ഈ പോർച്ചുഗൽ ഫാൻസ് അസോസിയേഷൻ ഇത്തരമൊരു കാർ റാലി സംഘടിപ്പിച്ചിരുന്നു. അതായത് ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രചാരണത്തിന്റെ ഭാഗമായി. അതിനിടെ പോലീസ് സ്ഥലത്തെത്തുന്നു. അതായത് യുവാക്കളുടെ ഭാഗത്ത് ഉണ്ടായ വീഴ്ച, ഗുരുതരമായിട്ടുള്ള വീഴ്ച, അവർ സ്കൂൾ അധികൃതരുടെ അനുമതിയില്ലാതെ സ്കൂളിനുള്ളിലേക്ക് ഗ്രൗണ്ടിലേക്ക് കാർ കയറ്റിയെന്നാണ്. അവിടെ വെച്ച് പിന്നീട് കാർ റേസിംഗ് നടത്തിയെന്ന് ആരോപിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, കേസെടുക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് യുവാക്കൾ നടത്തിയ അതിക്രമത്തെക്കുറിച്ച് ഈ കാർ റേസിംഗ് നടത്തി എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നതെങ്കിൽ ന്യൂസ് 18 ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണ്. അതായത് ഈ യുവാക്കൾ അവിടെ ഈ ഒരു പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാർ റാലി നടത്തുന്നു, പിന്നീട് പോലീസ് എത്തുന്നു, പോലീസിന്റെ അതിക്രമം ഉണ്ടാകുന്നു, യുവാക്കളെ തല്ലിച്ചതയ്ക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ ദിവസം ആ സ്കൂൾ ഗ്രൗണ്ടിൽ സംഭവിച്ചത്? ബൈജു. ടോമെ, ചൊവ്വാഴ്ച വൈകിട്ട് 4:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പല തരത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നു. ഇതിൽ വാസ്തവം, അതായത് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു പോർച്ചുഗൽ ഫാൻസ് ആണ് ഇത്തരത്തിലൊരു കാർ റാലി സംഘടിപ്പിച്ചത്. അത് 6ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അവർ മിക്ക ജില്ലകളിലും പര്യടനം നടത്തി. കാസർഗോഡ് സമാപനമായിരുന്നു. അങ്ങനെ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സമാപനം ഉണ്ടായിരുന്നത്. അതായത് ഓപ്പറേഷൻ തൂഫാൻ ആ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അതിൽ ലഘുലഘയൊക്കെ വിതരണം ചെയ്ത് അത്തരത്തിൽ ഒരു പരിപാടിയായിരുന്നു ഇവർ ആവിഷ്കരിച്ചിരുന്നത്. അങ്ങനെ എല്ലാ ജില്ലകളിലും അവർ പോയി. അതിനുശേഷം സമാപനമായിരുന്നു പൂച്ചക്കാട് ഉണ്ടായിരുന്നത്. ഈ പൂച്ചക്കാട് സമാപനമെല്ലാം കഴിഞ്ഞ് ഈ സംഘത്തിന് തിരിച്ച് നാദാപുരം ഭാഗത്തേക്കാണ് പോകേണ്ടത്. നാദാപുരത്തുള്ള ആളുകളും തലശ്ശേരിയുള്ള ആളുകളും അങ്ങനെ ഒരു 6ഓളം ആളുകളാണ് ഇത്തരത്തിൽ ഫാൻസ് അസോസിയേഷൻ, പോർച്ചുഗൽ ഫാൻസ് അസോസിയേഷൻ അവിടെ എത്തുന്നത്. അങ്ങനെ കാസർഗോഡ് സ്വദേശികളായ ഇത്തരത്തിലുള്ള ആളുകളും ഈ പോർച്ചുഗൽ ഫാൻസും ഇതിനോടൊപ്പം ചേർന്നിരുന്നു. അങ്ങനെ ഇവരുടെ വാഹനം തിരിക്കാനായി ഇവർ കയറിയത് അത് തെറ്റായ ഒരു കാര്യമാണ്. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അകത്തേക്കാണ് അതായത് നമ്മുടെ കാസർഗോഡിലെ ആളുകളാണ് ഈ വാഹനം തിരിക്കാൻ സൗകര്യമുണ്ടെന്ന് പറഞ്ഞ് ഈ വാഹനങ്ങളെല്ലാം ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. സ്കൂൾ ഗ്രൗണ്ട് ആ സമയത്ത് പ്രവൃത്തി സമയമായിരുന്നു. ഗുരുതരമായൊരു തെറ്റ് ആ സമയത്ത് ഇവർ ഭാഗത്തുണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ ഈ ഒരു ബോധവൽക്കരണ റാലി നടത്തിയവർക്ക് ഇതൊരു സ്കൂളാണെന്ന് അറിഞ്ഞിരുന്നില്ല. മറ്റു വാഹനത്തോടൊപ്പം ഇതിനകത്ത് കയറുന്നു. അങ്ങനെ അതിനകത്ത് കയറിയതിനു ശേഷം കാസർഗോഡ് നിന്നുള്ള ചില സംഘങ്ങൾ, അതായത് സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നാണ് HM പറഞ്ഞിരുന്നത്, അവർ ആ ഗ്രൗണ്ടിൽ ഒരു 3 വട്ടം ഈ വാഹനം ഇത്തരത്തിൽ ഓടിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആകുമ്പോൾ ഈ HM ഇടപെടുന്നു. HM ഇടപെട്ട് ഇവരോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ രംഗം വഷളാവുകയും അവർ പോലീസിനെ വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ പോലീസ് എത്തി
ഈ പ്രശ്നം നിസ്സാരമായി തീർക്കാവുന്നതിന് പകരം ഈ പ്രൊബേഷണൽ SI വളരെ പ്രകോപിതനായി ഇവരോട് പെരുമാറുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അതായത് ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് ഇവരുടെ നെഞ്ചിന് ചവിട്ടുന്നു, അതോടൊപ്പം മുഖത്തടിക്കുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം ഇതിൽ കാണാം. അത്ര ബലമായി, അതായത് വലിയൊരു ആക്രമണം നടന്ന അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള പ്രതികളോട് കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഭാഗത്ത് അതിൽ ഉണ്ടായെന്ന് തന്നെ പറയേണ്ടി വരും. ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരു സ്കൂളിനകത്ത് ഇത്തരത്തിൽ 6 or 7 കാറുകൾ അകത്ത് കയറ്റിയാൽ അത് കുട്ടികളുടെ ദേഹത്ത് ഉണ്ടാവാൻ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. അത് 100% തെറ്റാണ്. പക്ഷെ പോലീസ് ഇതിൽ ഇടപെട്ട രീതി അത് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഇതിൽ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ടോമേ, ഒരു ഇത്തരത്തിലുള്ള ഈ കാർ റേസിനെത്തിയ ഒരാളെ പിടിച്ച് ബലമായി കൊണ്ടുപോകുന്നതിനിടയിൽ ഈ CI കാല് ഇടറി താഴെ വീഴുമ്പോൾ അയാൾ എണീറ്റതിന് ശേഷം ഇയാൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇയാൾ തള്ളിയിട്ട രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അയാൾ ചോദിച്ചു എന്തിനാണ് അടിക്കുന്നത്, ഞാനൊന്നും ചെയ്തില്ലോ എന്നും പറയുന്നു. അങ്ങനെയുള്ളൊക്കെ രംഗങ്ങളാണ്. മാത്രമല്ല ഇതിന് ശേഷം നടന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പിട്ട് ഇതിൽ 8 പേർക്കെതിരെ കേസെടുത്തു. ഇതിൽ 3 പേരെ റിമാൻഡ് ചെയ്തു. അതായത് വളരെ ഗുരുതരമായ വകുപ്പുകളാണ്. ഈ SI ഈ രംഗം വഷളാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാകാം ഇയാൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിൽ ഇയാൾക്ക് മർദ്ദനമേറ്റുന്ന തരത്തിൽ, ഇയാൾക്ക് വലിയ മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല. ഇയാളാണ് ഈ ഇത്തരത്തിൽ ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൂടുതലായി പുറത്തു വന്നത്. ഇയാൾ ഇവരെ ഇത്തരത്തിൽ പിടിച്ചു വലിക്കുന്നതും ബൂട്ട്സ് ഇട്ട് കാലോട് ചവിട്ടുന്ന ഒരു പ്രൊബേഷണൽ SIയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഉണ്ടായത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും തന്നെ ഈ ഒരു വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ വാർത്ത പ്രചരിച്ചത് ഈ ആളുകളെല്ലാം ഇത്തരത്തിൽ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ചേസിംഗ് നടത്തി. അങ്ങനെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ വലിയ പ്രശ്നമുണ്ടായി, പോലീസുമായി എതിർത്തു, അങ്ങനെ സംഘർഷമുണ്ടായിരുന്ന തരത്തിലായിരുന്നു പ്രചരിച്ചിരുന്നെങ്കിൽ അത് മാത്രമല്ല ശരി. ഇവർ സ്കൂളിൽ കയറിയത് വളരെ ഗുരുതരമായി തെറ്റാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗ്രൗണ്ടിൽ കുട്ടികൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ അത് കുട്ടികൾക്ക് വലിയ ദുരന്തമുണ്ടാകുന്ന സ്ഥിതിയാകുമായിരുന്നു. ഈ പുറത്തുനിന്ന് വന്ന ഈ റാലി വന്ന 6ഓളം വാഹനക്കാർക്ക് ഇതൊരു സ്കൂളാണെന്ന് അറിഞ്ഞിരുന്നില്ല. അവർ നാദാപുരവും തലശ്ശേരിയും ഒക്കെയുള്ള ആളുകളായിരുന്നു. പക്ഷെ അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. അവരുടെ വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടില്ല. അവരെ വിട്ടേക്കുന്ന സാഹചര്യമുണ്ടായത് പോലീസിന്റെ മനസ്സിലായപ്പോൾ ഇതിൽ ഈ സ്കൂളിന് പരാതിയില്ല. നിലവിൽ സ്കൂൾ പരാതി നൽകിയിട്ടില്ല. കാരണം അത് അവർ പറഞ്ഞു ഒത്തുതീർപ്പാക്കി. കാരണം മറ്റു പ്രശ്നങ്ങളും ഉണ്ടായല്ലോ എന്ന് പറഞ്ഞാൽ സ്കൂളിന് പരാതിയില്ല. പോലീസിന്റെ പരാതിയിലാണ് ഇതിൽ കേസെടുത്തിട്ടുള്ളതും ഇവരെ റിമാൻഡ് ചെയ്തിട്ടുള്ളതും. കാരണം പോലീസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ വലിയ തോതിൽ പോലീസ് അങ്ങോട്ട് പ്രകോപിതരാവുകയും പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 പോലീസുകാരെത്തിയിട്ടാണ് ഇതിൽ ഒരാളെ പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നത്. അത്രത്തോളം വലിയ പോലീസിന്റെ ഭാഗത്തു നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? എത്ര പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്? അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയോട് കൂടിയായിരുന്നോ ഈ രീതിയിലുള്ള ഒരു കാർ റാലി നടത്തിയത്? നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ ഈ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാം, അതിനുള്ള ചില അനുമതിയൊക്കെ നൽകിയെങ്കിൽ പോലും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്ങനെ മോഡിഫിക്കേഷൻ വേണമെന്ന്. അത് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അനുമതിയോട് കൂടി ആണ് മോഡിഫിക്കേഷൻ പാടുള്ളൂ. അത് മറ്റ് സ്റ്റിക്കർ വർക്കുകളോ മറ്റോ ഒക്കെ. പക്ഷേ നമുക്ക് ആ കാറുകളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ റൊണാൾഡോയുടെ അതോടൊപ്പം പോർച്ചുഗലിൻ്റെയൊക്കെ ചിത്രങ്ങൾ, പോർച്ചുഗലിൻ്റെ പതാകകളൊക്കെ ഈ കാറിൻ്റെ പുറമെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഇവർ കൃത്യമായൊരു അനുമതിയോട് കൂടിയായിരുന്നു, പോലീസിന്റെ അനുമതി വേണം, മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി വേണം, അത്തരം അനുമതിയോട് കൂടിയായിരുന്നു ഈ കാർ റാലി നടത്തിയത്. ബൈജു, ടോമെ, അത്തരത്തിലുള്ള നടപടി എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബേക്കൽ പോലീസ് ഇതിൽ കേസെടുക്കുന്നു. ഇതിൽ ആകെ കേസെടുത്തിട്ടുള്ളത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഈ സ്കൂൾ ഗ്രൗണ്ടിനകത്ത് അതിക്രമിച്ച് കയറി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പോലീസിന്റെ, അതായത് ഈ പ്രൊബേഷണൽ SIയുടെയും അതോടൊപ്പം മറ്റൊരു കോൺസ്റ്റബിളിന്റെയും സിവിൽ പോലീസ് ഓഫീസറുടെയും പരാതിയിൽ മാത്രമാണ് ഇതിൽ കേസെടുത്തിട്ടുള്ളത്. 5ഓളം വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ആളുകളുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. അതോടൊപ്പം ഇവർക്കെതിരെ ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ്, ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഈ മോഡിഫിക്കേഷന്റെ ഇപ്പോൾ ഈ ഫുട്ബോളിന്റെ ഒരു ആവേശത്തിൽ പലപ്പോഴും ഇത്തരം ഇളവുകൾ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളെ റോഡുകളിലൊക്കെ നോക്കിയാൽ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു നിൽക്കുന്നു. അതായത് കായിക താരങ്ങളുടെ, സൂപ്പർ താരങ്ങളുടെ ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചതാണ്, നിയമം മൂലം നിരോധിച്ച അത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും കാണാം. അതൊരു ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൽ ഒരു നടപടിയെടുക്കാനോ അതല്ലെങ്കിൽ ആ ഒരു സെൻസിലെടുക്കാനാണ് പലപ്പോഴും അധികൃതർ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അതിന്റെ ഭാഗമായിരിക്കും എന്നറിയില്ല. ഈ കാര്യത്തിൽ MP മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്തായി
വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം 8 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിരവധി ആളുകളെ ഇവിടെ നിന്നും പോലീസ് പിടിച്ചുകൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രംഗം പിന്നീട് വലിയ വഷളാവുകയായിരുന്നു. കാരണം പോലീസ് വലിയ തോതിൽ പോലീസിന്റെ ആക്ഷൻ ആ സമയത്ത് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ആളുകളും തർക്കിക്കുന്നു, എന്തിനാണ് നമ്മളെ പിടിച്ചുകൊണ്ടുവന്ന്, നമ്മൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഒരു പരിപാടി സമാധാനമായി ഉണ്ടായതല്ലേ, എന്തിനാണ് ഇങ്ങനെ ബലമായി കൊണ്ടുവന്ന തരത്തിൽ അവരും സംസാരിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ വലിയ വാക്കേറ്റവും പിന്നീട് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുമായിരുന്നു. ഒരു ദൃശ്യങ്ങളിൽ കാണാം, സർക്കിൾ ഇൻസ്പെക്ടറാണ്, ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇയാളെ പിടിച്ചു കൊണ്ടുപോകുന്നതിനിടെ അയാൾ സ്വന്തം കാലിടറി താഴെ വീഴുന്നതാണ്. അയാൾ എണീറ്റ് അപ്പോൾ തന്നെ ഈ ഒരു ആളെയാണ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ അടിക്കുന്നത്, സാറ് താഴെ വീണതല്ല എന്ന തരത്തിലൊക്കെ. അങ്ങനെ പലതരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പോലീസ് വലിയ പ്രകോപനം അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്രത്തോളം ഒരു വിഷയം വഷളാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ പ്രശ്നത്തിലേക്ക് അത് പോയില്ല. ഇവർ പറഞ്ഞു തീർത്ത് അവർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതായിരുന്നു. അവർക്ക് മാറി കയറിയതാണ്, തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർ HM-നോട് പറഞ്ഞു എന്നാണ് HM-ഓട് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് HM ഇതിൽ ഒരു പരാതി നൽകായിരുന്നത്. ഏതായാലും ഈ പ്രൊബേഷണൽ SI നമുക്കറിയാം, പല സംഭവങ്ങളിലും ഈ പുതുതായി വരുന്ന SI-മാർക്ക് കുറച്ച് ആവേശം കൂടുതലാണ്. ആ ഒരു ആവേശം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ആ ആവേശത്തിന് പുറത്ത് പോലീസ് ആക്ഷനും ഈ SI-ഒക്കെ മാറ്റുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആളുകൾ ഇയാളെ പിടിച്ച്, ഈ ഓഫീസറെ പിടിച്ച് മാറ്റുന്നു, ഇത്തരത്തിൽ പെരുമാറരുതെന്ന് പറയുന്നു. അത് ആ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ടാണ് അവരെ ചവിട്ടുന്നത്. അത് നമുക്ക് പുറത്ത് കാണാം, അകത്തുനിന്നുള്ള ദൃശ്യത്തിൽ നിന്ന് മുഖത്ത് അടിക്കുന്നത് കാണാം. അത്രത്തോളം ഏറ്റവും പോലീസിനെതിരെ ഉയർന്നു വരുന്ന ഒരു ആരോപണം, ഒരു തീവ്രവാദികളെ പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ അകാരണമായി മർദ്ദിച്ച് ബലപ്രയോഗത്തോടു കൂടി ഈ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഈ രീതിയിലൊരു നടപടി ആവശ്യമുണ്ടായിരുന്നോ എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാന ആക്ഷേപം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.